ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മുസ്ലിം സമൂഹം എങ്ങനെ വോട്ട് ചെയ്തു എന്നതിൽ എം.വി. ഗോവിന്ദൻ മൗനം വെടിയണമെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ. സിപിഎമ്മിനകത്തെ മുസ്ലിം സഖാക്കൾ ഉൾപ്പെടെ കോൺഗ്രസിനാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. വെള്ളാപ്പള്ളിയെയും ക്രൈസ്തവരെയും വിമർശിക്കുന്ന ഗോവിന്ദൻ മുസ്ലിം മത സംഘടനകളെക്കുറിച്ച് എന്തുകൊണ്ട് മൗനം പാലിക്കുന്നുവെന്നും പാലക്കാട് ചോദിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഭീകരമായ തോൽവിക്ക് പിന്നാലെ SNDPയെയും ക്രൈസ്തവരെയുമെല്ലാം CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ വിമർശിക്കുന്നത് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന തരത്തിലാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ പറഞ്ഞു. SNDP അടക്കമുള്ള ഹിന്ദു സംഘടനകളെയും ക്രൈസ്തവരെയും ഭീഷണിപ്പെടുത്തുന്ന എം.വി. ഗോവിന്ദൻ കേരളത്തിലെ മുസ്ലിം സമുദായം തെരഞ്ഞെടുപ്പിൽ എങ്ങനെ വോട്ട് ചെയ്തു എന്നതിൽ മൗനം പാലിച്ചു. CPMനകത്തെ മുസ്ലിം സഖാക്കൾ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനാണ് വോട്ട് ചെയ്തത്. കോഴിക്കോട്ടെയും ആലപ്പുഴയിലെയും വോട്ട് പരിശോധിച്ചാൽ ഇത് വ്യക്തമാവും. വർഗീയതയെ പ്രീണിപ്പിച്ച് CPM സ്വയം നശിക്കുകയാണ്. വെള്ളാപ്പള്ളിയെയും ക്രൈസ്തവ സംഘടനകളെയും ആക്രമിക്കുന്നത് നോക്കി നിൽക്കാനാവില്ല എന്നും സുരേന്ദ്രൻ പറഞ്ഞു. നമ്മുടെ നാടിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ കേൾക്കാത്ത തരത്തിലുള്ള മുസ്ലിം പ്രീണനമാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്തുടനീളം CPMും മുഖ്യമന്ത്രിയും നടത്തിയത്. വെള്ളാപ്പള്ളി നടേശനെയും ചില ബിഷപ്പുമാർ BJP യോഗത്തിൽ പങ്കെടുത്തു എന്നാണ് പറഞ്ഞത്. വെള്ളാപ്പള്ളി നടേശനെയും ക്രൈസ്തവ സമുദായ ആചാര്യന്മാരെയും ഭീഷണിപ്പെടുത്താനാണ് നീക്കമെങ്കിൽ പല്ലും നഖവും ഉപയോഗിച്ച് അത് ചേർക്കും. ഞങ്ങൾക്ക് അവരെ സംരക്ഷിക്കാൻ ഞങ്ങളുണ്ട്. കൂടാതെ കേളുവിന് മന്ത്രിസ്ഥാനം നൽകി പ്രധാന വകുപ്പുകളെല്ലാം എടുത്തുമാറ്റിയത് പട്ടികജാതി പട്ടികവർഗ സമൂഹത്തെ തന്നെ അവഹേളിക്കലാണെന്നും സുരേന്ദ്രൻ വിമർശിച്ചു. കോളനി എന്ന പേര് മാറ്റണമെന്ന് പറഞ്ഞ് 24 മണിക്കൂർ കഴിയും മുൻപാണ് പട്ടികവർഗക്കാരനായ മന്ത്രിയോട് അവഗണന കാണിച്ചിരിക്കുന്നത്. പട്ടികവർഗക്കാരനായതിനാൽ ഇത്രയൊക്കെ മതി എന്നാണോ CPM നയം? കേളുവിന് മന്ത്രിസ്ഥാനം കൊടുത്തു, പക്ഷേ പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം കേളുവിന്റെ കയ്യിൽ എടുത്തു മാറ്റി. നീതി നിഷേധമാണ് കേളുവിനോട് കാണിച്ചിരിക്കുന്നത്. പട്ടികവർഗക്കാരോടുള്ള അങ്ങേയറ്റത്തെ അവഹേളനമാണ് ഇതിൽ കണ്ടിരിക്കുന്നത്. അടിസ്ഥാന ജനവിഭാഗങ്ങളോടുള്ള ഒരു നയ സമീപനത്തിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ്. കെ. രാധാകൃഷ്ണൻ നൽകിയ വകുപ്പുകളെല്ലാം കേളുവിന് നൽകാൻ തയ്യാറാവണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. ജനം, പാലക്കാട്.